അപ്പോൾ നമ്മൾ കണ്ട ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് A4 ഷീറ്റ്, കളർഡ് A4 ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമുക്ക് ഫ്ലവർ വേസുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, വാൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റിൻ്റെ പേപ്പർ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിനി അത് ലെങ്ത്തിൻ്റെ ഭാഗത്തു നിന്ന് 1/2 സെൻറ്റിമീറ്റർ വീതം രണ്ട് സൈഡിൽ നിന്നും ഗ്യാപ്പ് ഇട്ട് വെക്കണം. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്ത്, അപ്പോൾ ആ ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് താഴേക്കുള്ള ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വരച്ച 2 ലൈനുകൾക്കുള്ളിലാണ് നമ്മൾ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ആ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഗ്യാപ്പ് 1/2 സെൻറ്റിമീറ്ററിലും താഴെ മതി. അത് കട്ട് ചെയ്ത പീസുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പം നമ്മുടെ പേപ്പർ നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വരച്ച ആ ലൈൻ്റെ ഇടയിൽ മാത്രമാണ് നമ്മൾ ഈ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. ഈ നൈഫ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫാണ് നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് കട്ട് ചെയ്യുന്നത് നിങ്ങൾ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഷീറ്റിന് മുകളിൽ വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷീറ്റ് കീറിപ്പോവും. നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു പീസ് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡിൻ്റെ പീസൊക്കെ എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് തന്നെ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് എങ്ങനെയാണ് ഫ്ലവറാക്കി എടുക്കുന്നതെന്നുള്ളത് കാണിക്കാം. ഈ ഫ്ലവർ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റെമ്മ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളറിലുള്ള ഒരു A4 ഷീറ്റാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ഫ്ലവറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗവും പിന്നെ ലീഫും ആണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളറുള്ള ക്രേപ്പ് പേപ്പർ 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത്. പിന്നെ അതിൻ്റെ വീതി വരുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലത്തെ ഒരു പീസ് മതി. പിന്നെ വരുന്നത് നീളം 15 സെൻറ്റിമീറ്റർ, പിന്നെ അതിൻ്റെ വീതി വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിത് ഇങ്ങനെ ചുറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്യൂബോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കമ്പി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ചുറ്റിയെടുക്കാം.
നിങ്ങളെല്ലാവരും ഈ ഒരു ഫ്ലവർ തീർച്ചയായും ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.